ക്വീൻ ഓഫ് ടേഴ്സിന്റെ എപ്പിസോഡ് 3 തുടങ്ങുമ്പോഴത്തേക്കും 4 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഹ്യുനുവും അവന്റെ വീടും പരിസരവും എല്ലാം തന്നെ ഹെയ്ന് കാണിച്ചു കൊടുക്കുന്നു. അവന്റെ ഫാമിലി ആകട്ടെ ഈ ഒരു ടൗണിൽ പോലും വളരെയധികം പ്രശസ്തമായ ഒരു ഫാമിലി ആണെന്നുള്ള കാര്യം കൂടി അവൻ അറിയിക്കുന്നുണ്ട്. അവന്റെ അമ്മ നടത്തുന്ന കടയുടെ മുമ്പിലേക്ക് അവൻ എത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെ അമ്മ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ കടയിൽ ഉണ്ടായിരുന്ന ഐസ് ബാറൊക്കെ അവനും എടുത്തു കാണിക്കുന്നു. അവൾക്കും ഒരെണ്ണം നൽകുന്നുണ്ട്. അവൾ ഐസ് ബാറൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും കുട്ടിയായിരിക്കുന്ന സമയത്ത് പോലും അമ്മ ഇതൊന്നും മേടിച്ചു തന്നിട്ടില്ലേ എന്ന് അവനും ചോദിക്കുന്നു. അവളും ഇല്ല എന്നൊരു മറുപടിയൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. നീയാകട്ടെ പലപ്പോഴും കീറിയ ഷർട്ടൊക്കെ ആയിരുന്നല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് വിന്റേജ് മോഡൽ ഡ്രസ്സാണെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കേൾക്കാത്ത അവനാകട്ടെ ഇപ്പോൾ നീയിട്ട ഈ ഒരു ഡ്രസ്സ് പോലും എന്റെ മുത്തശ്ശിക്ക് ഇടുന്ന ഡ്രസ്സിനോട് സാമ്യമുള്ളതാണെന്ന് അവളെ അറിയിക്കുന്നു. നിനക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലാഞ്ഞിട്ടാണ്, ഇതിന്റെ വില കേട്ടാൽ നീ ഞെട്ടിപ്പോകുമെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും നീ ഇനിയും അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിരിക്കുന്നു. അവൾ ശരിക്കും ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചത് കൊണ്ട് തന്നെ നീ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതുവരെ നിനക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കാതെ പോയ സന്തോഷം എല്ലാം തന്നെ ഇനി അനുഭവിക്കുവാനായിട്ട് ഞാൻ അവസരം നൽകുന്നതായിരിക്കുമെന്ന് അവൾക്ക് വാക്ക് നൽകുന്നു. എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ 2 മില്യൺ വെച്ച് ഞാൻ സേവ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് തുകയൊക്കെ ആയിരിക്കുന്നു. എന്തായാലും നിന്റെ ഫാമിലിക്ക് എന്തെങ്കിലും കടമൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് വീട്ടുന്നതായിരിക്കും. എന്റെ കയ്യിലുള്ള പണത്തെക്കാളും കൂടുതലാണ് കടമെങ്കിൽ പോലും അതൊന്നും തന്നെ എനിക്കൊരു പ്രശ്നമേ അല്ല. ഞാൻ എപ്പോഴും നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കുമെന്ന് ഹ്യുനു അറിയിക്കുന്നു. ഹെയ്ൻ മരിക്കുവാൻ പോക്കുകയാണെന്നുള്ള ഒരു തോന്നലൊക്കെ അവളുടെ ഉള്ളിൽ തോന്നിയപ്പോഴത്തേക്കും ആയിരുന്നു ഈ ഒരു സംഭവത്തെക്കുറിച്ചും അവൾ ഓർത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹ്യുനുവും ഹെയ്നെ രക്ഷിക്കുകയാണ്. പേടിച്ചിരുന്ന ഹെയ്ന്റെ അടുത്തേക്ക് ഉൻസെൻ കൂടി എത്തിയതിനു ശേഷം അവൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവൾക്കിപ്പോൾ റെസ്റ്റിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഹ്യുനുവും അവളെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നടക്കുവാൻ തുടങ്ങുമ്പോഴത്തേക്കും അവളുടെ കാലും ചെറുതായിട്ടൊന്ന് ഒഴുകുന്നു. അപ്പോൾ തന്നെ അവനും അവളെ എടുത്തോണ്ടൊക്കെ നടക്കുകയാണ്. കുറെ തള്ളുകഥകളൊക്കെ പറഞ്ഞുകൊണ്ട് സൂചോളും ഗ്രില്ലിംഗ് ഒക്കെ ചെയ്യുവാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആയിരുന്നു ഹ്യുൻവോ ഹെയ്നെയും എടുത്തോണ്ട് വരുന്നത് എല്ലാവരും തന്നെ കാണുന്നത്. സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്യാറുള്ള ഒരു മന്ത്രവാദിനെ വിളിച്ചിട്ട് മുത്തശ്ശൻ ഹണ്ടിങ്ങിനൊക്കെ പോയതാണെന്നുള്ള വിവരം അറിയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരിക്കലും അങ്ങനെ പോകാനായിട്ട് പാടില്ല എന്നും അത് അപകടം വിളിച്ചു വരുത്തുമെന്നും മന്ത്രവാദിനെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ മുത്തശ്ശന്റെ ഗേൾ ഫ്രണ്ടും അമ്മേനെ അറിയിക്കുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഹണ്ടിങ് ഒക്കെ അവസാനിപ്പിച്ചിട്ട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ മുത്തശ്ശന്റെ ഗേൾഫ്രണ്ട് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് അവിടേക്ക് സൂചോൾ ഓടിയെത്തിയതിനു ശേഷം ഹെയ്ൻ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു എന്ന വിവരമൊക്കെ അറിയിക്കുന്നത്. മുത്തശ്ശന്റെ മരിച്ചുപോയിട്ടുണ്ടായിരുന്ന ഭാര്യ മന്ത്രവാദിനിയുടെ സ്വപ്നത്തില് കത്തിയുമായിട്ട് വന്നുവെന്നും അതുകൊണ്ട് തന്നെ മുത്തശ്ശന് അത് വലിയ അപകടം ഉണ്ടാക്കുമെന്നൊക്കെ മന്ത്രവാദിനി ഇപ്പോഴും മുത്തശ്ശന്റെ ഗേൾഫ്രണ്ടിനെ വിളിച്ചു പറയുകയാണ്. അവളും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുത്തശ്ശനെ പേടിപ്പിക്കുന്നുമുണ്ട്. ഫാമിലിയിലുള്ള എല്ലാവരും കൂടി സംസാരിക്കുമ്പോഴത്തേക്കും ആന്റി ആകട്ടെ ഹ്യുൻവു കാരണമാണ് നിനക്ക് നിന്റെ ജീവനൊക്കെ കിട്ടിയത്, അവനോട് നന്ദി പറയേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഹെയ്ന്റെ അടുത്തും പറയുന്നു. പക്ഷേ സൂചോൾ ഇപ്പോഴും ഹ്യുൻവുവിനെ വളരെ ചെറിയൊരാളായിട്ട് മാത്രമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. കാട്ടുപന്നികളെയൊക്കെ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഷൂട്ട് ചെയ്യുന്നതിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആ ഷൂട്ട് ചെയ്യുന്ന ആൾക്ക് പോലും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഒറ്റ ഷൂട്ടിന് തന്നെ അതിനെ കൊല്ലണമെങ്കിൽ അത്രത്തോളം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹ്യുൻവു എന്ന കാര്യം കൂടി അച്ഛൻ അറിയിക്കുന്നുണ്ട്. പക്ഷേ അമ്മയും സൂചോളിനെ പോലെ തന്നെ ഹ്യുൻവുവിനെ തരം താഴ്ത്തിയൊക്കെ സംസാരിക്കുന്നു. ഹ്യുൻവു ഇതിനു മുമ്പ് മറൈനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവന് ഷൂട്ടിംഗ് ഒക്കെ നന്നായി തന്നെ അറിയാം. അങ്ങനെയുള്ള വ്യക്തിനെയാണ് ഷൂട്ടിംഗ് ഒക്കെ പഠിപ്പിച്ചു തരാമെന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ് ഹെയ്യനും ഇപ്പോൾ അനിയനെ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ ജയിലിലായിരുന്ന സമയത്ത് അവനും ഒരു പേപ്പറിലൊക്കെ സൈൻ ചെയ്യുവാനായിട്ട് പറഞ്ഞ് അത് എന്റെ നേർക്ക് നീട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് അവന്റെ കൈയൊക്കെ ഞാൻ ശ്രദ്ധിച്ചതാണ്. സാധാരണ ഒരു വ്യക്തിയുടെ രീതിയിലുള്ള കൈയൊന്നും അല്ല അവന്റേത്. അവൻ അത്രത്തോളം മസിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ആന്റിയും ഇപ്പോൾ അവനെ കുറിച്ചൊക്കെ പുകഴ്ത്തി സംസാരിക്കുന്നു. ഹിനു ഇപ്പോൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണെന്നാണ് ഫ്രണ്ട് പറയുന്നത്. അതായത് അവൾ ഇപ്പോൾ മരിക്കുവാനായിട്ട് പാടില്ല, മറിച്ച് അവൾ അവൾ എഴുതിയിട്ടുള്ള വിൽപാത്രമൊക്കെ മാറ്റുന്നിടം വരെ നിന്റെ ഒപ്പം ഉണ്ടായിരിക്കണം. അതിനുശേഷം മാത്രമേ മരിക്കുവാനായിട്ട് പാടുള്ളൂ എന്നും ഫ്രണ്ട് അറിയിക്കുന്നു. അപകടം നടന്ന സ്ഥലത്തൊക്കെ ഒരു അന്വേഷണം നടത്തുകയാണ് ഹ്യുൻവുവും. അപ്പോഴായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വലയൊക്കെ മുറിച്ചതും പിന്നെ മൃഗങ്ങളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഫുഡ് ഇട്ടതും എല്ലാം തന്നെ അവന്റെ ശ്രദ്ധയിൽ പെടുന്നത്. അതെല്ലാം മനസ്സിലാക്കുന്ന ഹ്യുൻവുവും പിന്നീട് ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുവാൻ നേരത്തെ എല്ലാവരുടെയും അടുത്ത് ആ ഒരു വിവരമൊക്കെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശന്റെ ഗേൾഫ്രണ്ട് ആകട്ടെ ആരോ ഒരാൾ മനഃപൂർവ്വം മുത്തശ്ശനെ അപകടത്തിൽ പെടുത്തുവാനായിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്തതെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മുത്തശ്ശനും അവിടെയുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ നേരിട്ട് പരിശോധിക്കുന്നതായിരിക്കുമെന്നും അവിടെ വെച്ച് പറയുന്നു. അച്ഛനും ഹ്യുൻവുവിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഫുഡൊക്കെ എടുത്തു കൊടുക്കുകയാണ്. ഹെയ്നെ രക്ഷിച്ചതിന്റെ സന്തോഷമായിരുന്നു അച്ഛനുണ്ടായിരുന്നത്.
അവൻ അതൊക്കെ കഴിക്കുന്നുണ്ടോ എന്ന് കൂടി അച്ഛൻ ശ്രദ്ധിക്കുന്നു. ഹ്യുൻവു മറ്റൊരു ഫുഡൊക്കെ എടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഹ്യുൻവുന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ് ഉണ്ടാക്കാതിരുന്നതെന്നൊക്കെ കുക്കിന്റെ അടുത്തും അച്ഛൻ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഹ്യുൻവു ആകട്ടെ ഇതും തനിക്ക് ഇഷ്ടമുള്ള ഫുഡാണെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഫുഡ് മൊത്തത്തില് അച്ഛൻ ഹ്യുൻവുവിന് നൽകുന്നു. അമ്മയും സൂചോളും ഉൾസിങ്ങിനായിരുന്നു ഫുഡൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അവനെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും 13 വയസ്സ് വരെ അവൻ ഉണ്ടായിരുന്നത് കൊറിയയിലായിരുന്നുവെന്നും അതിനുശേഷം അവനെ രണ്ടുപേർ അഡോപ്റ്റ് ചെയ്ത് വിദേശത്തേക്ക് കൊണ്ടുപോകുകയും പിന്നീട് അവർ മരിച്ചതിനു ശേഷം യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുവാനായിട്ട് അവൻ തിരിച്ച് കൊറിയയിലേക്ക് എത്തുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ അവനൊരു ഫാമിലി ഒന്നും ഇല്ല എന്നൊക്കെ അറിയിക്കുമ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശന്റെ പേരൻസ് ഒക്കെ 15ാമത്തെ വയസ്സിലായിരുന്നു മരിച്ചു പോയിട്ടുണ്ടായിരുന്നതെന്നും അതുകൊണ്ട് തന്നെ താൻ ഒരു ഫാമിലി ഹിസ്റ്ററിയും ഇല്ലാതെ ഇവിടം വരെ എത്തിയിട്ടുണ്ട് എങ്കിൽ അവനെ കൊണ്ടും അതൊക്കെ സാധിക്കുമെന്നും പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ഹണ്ടിയൊക്കെ ചെയ്യുവാനായിട്ട് പോയപ്പോഴത്തേക്കും ഇവരെ സഹായിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, അയാളും ഇവരുടെ വീട്ടിലെ ഒരു ജോലിക്കാരനാണ്. ഇപ്പോൾ അയാളാകട്ടെ അയാളുടെ ഡോഗിനെയും കൊണ്ട് മുത്തശ്ശനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. അയാളുടെ മകൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് വീടിനൊരു തീപിടുത്തമൊക്കെ ഉണ്ടായി. ആ കുട്ടിയും അതൊന്നും അറിയാതെ കിടന്നുറങ്ങിയിട്ടുമുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ഡോഗൊക്കെ എണീറ്റ് വരികയും അവനെ എണീപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് അന്ന് ആ കുട്ടീനെയൊക്കെ രക്ഷിക്കുവാനായിട്ട് അയാൾക്ക് സാധിച്ചത്. ഈ ഒരു ഡോഗ് ആകട്ടെ വളരെയധികം ബുദ്ധിയുള്ളതും വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നതുമാണെന്നൊക്കെ അയാളും മുത്തശ്ശനെ അറിയിക്കുന്നു. മുത്തശ്ശനും എത്ര പണം വേണമെങ്കിലും തരുവാനായിട്ട് തയ്യാറാണെന്നും ആ ഒരു ഡോഗിനെ നൽകാമോ എന്നും അയാളുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡോഗ് തനിക്കൊരു ഫാമിലി പോലെ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും പണം കൊണ്ട് അതിനെ അളക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അയാളും പോകുന്നു. അന്ന് രാത്രി ഉൺസെങ്ങാളെ കാണുവാനായിട്ട് എത്തിയതിനു ശേഷം 100 മില്യനൊക്കെ തരുവാനായിട്ട് തയ്യാറാണെന്നും അതിന് പകരമായിട്ട് ആ ഒരു ഡോഗിനെ വേണമെന്നും ആവശ്യപ്പെടുകയാണ്. ഓരോ മിനിറ്റ് കൂടും തോറും തുകയും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നൊക്കെ ഉൺസുങ് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അയാളും മനസ്സിലാ മനസ്സോടെ ഡോഗിനെ കൊടുക്കാമെന്നൊക്കെ സമ്മതിക്കുന്നു. നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കുവാനായിട്ട് പാടില്ല എന്നാണ് സൂചോളുടെ അഭിപ്രായം. പക്ഷേ ഉൺസോങ് ആകട്ടെ വളരെയധികം ജാടയിട്ടാണ് സംസാരിക്കുന്നതെന്ന് സൂചോൾ വൈഫിന്റെ അടുത്തൊക്കെ പറയുന്നു. വൈഫും ഉണ്ടായിരുന്നത് US ആയിരുന്നെങ്കിൽ പോലും എന്റെ അച്ഛനാകട്ടെ വീട്ടിൽ എപ്പോഴും കൊറിയൻ ഭാഷ സംസാരിക്കണമെന്ന് പറയുമായിരുന്നു. കൊറിയൻ ബുക്സും വായിക്കുവാനായിട്ട് നൽകുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്കും കൊറിയൻ ഭാഷയൊക്കെ ഇത്രയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതെന്ന് അവളും അവനെ അറിയിക്കുകയാണ്. അവൻ മദ്യപിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നെങ്കിൽ പോലും അവളോട് കുടിക്കുവാൻ പറയുമ്പോഴത്തേക്കും അവൾ കുടിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. ഇനി അവനും റൂമിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അവൾ ഒറ്റയ്ക്കിരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുകയാണ്. ഇവരിപ്പോഴുള്ളത് റിയൽ ആയിട്ടുള്ള അവരുടെ വീട്ടിലല്ല, മറ്റൊരു ഗസ്റ്റ് ഹൗസിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങുവാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ ഹ്യുൻവുന്റെ അടുത്തും സൂചോൾ ചോദിക്കുന്നു. അതായത് ഹെയ്നും ഹ്യുൻവുനും ഒരേ റൂമൊക്കെയാണ് കിടക്കുവാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരേ റൂം ആയതുകൊണ്ട് തന്നെ ഹ്യുൻവുനും പോകുവാനായിട്ട് മടിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഒരു തവണയാകട്ടെ സൂചോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഹ്യുൻവുന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്നൊക്കെ ഹ്യുൻവു പറയുന്നുണ്ടെങ്കിൽ പോലും സൂചോളിലും ഹ്യുൻവുന് ഹെയ്ന്റെ അടുത്തേക്ക് പോകാനുള്ള മടി കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് ഒക്കെ പറയുന്നതെന്ന കാര്യം സൂചോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്റെ വൈഫ് എനിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് സൂചോളും ഹ്യുൻവുനെ റൂമിലേക്കൊക്കെ പറഞ്ഞയക്കുന്നു. സൂചോൾ തിരിച്ച് റൂമിൽ വരുമ്പോഴത്തേക്കും മദ്യക്കുപ്പിയൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു. അവനും ഇതാരാണ് കുടിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും വൈഫാകട്ടെ അവൻ തന്നെ കുടിച്ചതെന്ന് പറഞ്ഞ് അവനെയും പറ്റിക്കുന്നു. ഹെയ്ൻ കിടക്കുന്നത് കാണുന്ന ഹ്യുൻവു ആകട്ടെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ ആയിരുന്നു റൂമിലേക്കൊക്കെ നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് കിടക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമാണ് ഹെയ്ൻ ഉറങ്ങിയിട്ടില്ല എന്ന കാര്യം അവൻ മനസ്സിലാക്കുന്നത്. നീ എന്താണ് വരുവാനായിട്ട് വൈകിയതെന്ന് ഹെയ്ൻ ചോദിക്കുമ്പോഴത്തേക്കും സൂചോളിനോട് സംസാരിക്കുകയായിരുന്നു എന്ന് അവനും മറുപടി നൽകുകയാണ്. പക്ഷെ അപ്പോളാകട്ടെ ഹെയ്ൻ സൂചോളിന്റെ പേരും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയായിരുന്നു. ഇത്രയും ലേറ്റ് ആയിട്ടൊക്കെ നിന്നോട് എന്തിനാണ് അവൻ ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്ക് ഉറങ്ങണമെന്ന കാര്യമൊന്നും അവൻ അറിയുകയില്ല എന്നാണ് അവൾ ചോദിക്കുന്നത്. അവളുടെ ഡ്രസ്സിന്റെ 2 ബട്ടണൊക്കെ അഴിച്ചു കൊടുക്കാമോ എന്നും കൂടി അവൾ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവനും മനസ്സിലാ മനസ്സോടെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നീ എന്താ കുളിക്കാതെയാണോ കിടക്കാനായിട്ട് പോകുന്നത്? എന്തായാലും പോയി കുളിച്ചിട്ട് വാ എന്നൊക്കെ അവളും അവന്റെ അടുത്ത് പറയുന്നു. അതുകൊണ്ട് തന്നെ അവനും കുളിക്കുകയാണ്. ഹെയ്ൻ ഇപ്പോഴും ഹിനുവ തന്നെ രക്ഷിച്ചതിനെ കുറിച്ചൊക്കെ ഓർത്തിട്ട് അവൻ എന്ത് ഹാൻസം ആണെന്നും കൂടി അവൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു റൂമൊക്കെ തുറന്ന് അവനും വെളിയിലേക്ക് ഇറങ്ങി വരുന്നത്. അവനും ബാത്റൂമിൽ മറ്റു ഡ്രസ്സൊന്നും കാണാത്തത് കൊണ്ട് തന്നെ ഒരു ടവലൊക്കെ ഇട്ടിട്ടായിരുന്നു അവളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതും നോക്കി അവളും കുറച്ചു നേരം ഇരിക്കുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ അവന്റെ അടുത്തേക്ക് ശ്രദ്ധ പോകുന്ന അവളാകട്ടെ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ബാത്റൂമിലേക്കൊക്കെ കയറുകയാണ്. അവൻ സെക്സി ആണെന്നാണ് അവൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണോ ഇങ്ങനെ തന്നെ കാണിക്കുവാനായിട്ട് ബോഡിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹെയ്നും സ്വയം ആലോചിക്കുന്നു. അപ്പോഴേക്കും ഡോറൊക്കെ തുറന്ന് ഹ്യുൻവുവും ഹെയ്നുണ്ടായിരുന്ന ബാത്റൂമിനകത്തേക്കൊക്കെ എത്തുകയാണ്. അതായത്
ഹ്യുൻവു കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിലത്ത് ഒരുപാട് വെള്ളമൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതൊന്നും അങ്ങനെ കിടക്കുന്നത് ഹെയ്ന് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ ഇപ്പോൾ തന്നെ അതൊക്കെ തുടച്ചു തരാമെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും തന്നെ സാരമില്ല എന്നാണ് അവനോട് പറയുന്നത്. മുടി ഉണക്കാതെ കണ്ണാടിയിൽ നോക്കിയ നീയാകട്ടെ കണ്ടാൽ സിനിമാ നടന്മാരെ പോലെ തോന്നുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നോ ഇപ്പോൾ മുടി ഉണക്കാതെ എന്റെ മുമ്പിലും ഇതുപോലെ എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും ചോദിക്കുകയാണ്. അവനും അല്ല എന്ന് പറഞ്ഞ് മുടിയൊക്കെ ഉണക്കുവാനായിട്ട് പോകുന്നു. അവൻ ശരിക്കും തന്നെ സെഡ്യൂസ് ചെയ്യുവാനായിട്ടാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നായിരുന്നു അവളും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.